എന്ന ആപ്തവാക്യവുമായി ഈ ബദിയടുക്ക ടൗണിൽ നടക്കുന്ന ഏകദിന ഉപവാസത്തിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ബദിയടുക്ക ഇടവകയുടെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ശ്രീ സിജു പള്ളിപ്പറമ്പിൽ, സെന്റ് മേരീസ് പള്ളിയുടെ വികാരി, ഏറ്റവും സ്നേഹ ആദരണീയനായ റവറൻ ഫാദർ ചാക്കോ കുടിപ്പറമ്പിൽ, ഈ വേദിയിൽ ഉപവിഷ്ടരായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസ് കയ്യത്തുങ്കര, ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി സന്നിഹിതരായിരിക്കുന്ന ശ്രീ ജോൺ ചുണ്ടൻകുഴിയിൽ വിൻസെൻ്റ് പോളിൻ്റെ പ്രസിഡന്റ്, മാതൃവേദിയുടെ പ്രസിഡന്റ് ശ്രീമതി എൽസി കുഴിത്തോട്ട്, മാതൃവേദിയുടെ പ്രസിഡന്റ്, ബദിയടുക്ക ഇടവകയുടെ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു കാരിക്കൊമ്പിൽ, KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതാവ് ശ്രീ ജോസ് ചാരശ്ശേരി, AKCCയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ സാലു ചക്കങ്കൾ, വിവിധ സംഘടനകളുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എന്നെ ശ്രമിക്കുന്ന സ്നേഹബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരളത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്നാണ് ഞാനിവിടെ വരുന്നത്. ഞാനൊരു ഇടുക്കിക്കാരനാണ്, ഇപ്പോൾ കോതമംഗലത്താണ് താമസിക്കുന്നത്. ഞാൻ കാസർഗോഡിന് വരാനുള്ള കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട ചാക്കോച്ചനച്ഛൻ്റെ നിർബന്ധമാണ്. കാരണം അച്ഛൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 100% ഉറപ്പായിട്ടും എത്തണം എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറയുകയാണെങ്കിൽ കോതമംഗലത്തുള്ള വേറെ 2 പരിപാടികൾ ക്യാൻസൽ ചെയ്ത് പകരം ആളെ വിട്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് ഇന്ന് വരുന്നത്. കാരണം അങ്ങനെ വരാൻ കാരണം അച്ഛൻ്റെ സ്നേഹപൂർവമായ നിർബന്ധമാണ്, ആ ക്ഷണം കാരണമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ KCYM-ന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ എൻ്റെ കൂടെ സംസ്ഥാന സിൻഡിക്കേറ്റിലുണ്ടായിരുന്ന ശ്രീ പിയൂസ് പറയടം, അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്ക് വിളിച്ചു. അദ്ദേഹം അപ്പോൾ അച്ഛനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. മദ്യവിരുദ്ധ സമിതിയുടെ KCBC മദ്യവിരുദ്ധ സമിതിയുടെ രൂപത ഡയറക്ടറും വിമുക്തിയുടെയും പ്രതീക്ഷയുടെയൊക്കെ ഡയറക്ടറായിരുന്നു കൊണ്ട് വേറിട്ട വഴികളിലൂടെ വളരെ വലിയ സാമൂഹിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ ഒരു നല്ല അച്ഛനാണ് ഇത്. ഞാനത് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല വൈദികൻ. നമുക്ക് നമ്മുടെ സന്തോഷവും സ്നേഹവും നല്ലൊരു കയ്യടിയിലൂടെ അച്ഛനോട് നമുക്ക് പ്രകടിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവജനത്തിനുള്ള നാനാജാതി മതസ്ഥർക്കുള്ള അച്ഛൻ്റെ ശുശ്രൂഷ അഭംഗുരം തുടരുവാൻ ദൈവം അച്ഛന് കൃപകൾ അരുളട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. 1 മണിക്കൂർ സംസാരിക്കണമെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനുള്ളിൽ അവസാനിപ്പിച്ചുകൊള്ളാം. ഏതായാലും എല്ലാവരും ഉപവാസം ഇരിക്കുകയാണ്, ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനൊന്നും ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം നേരത്തെ അവസാനിപ്പിച്ചുകൊള്ളാം. നേരത്തെ അവസാനിപ്പിക്കണമെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ മതി, ഞാൻ അവസാനിപ്പിച്ചോളാം. ഇനി എപ്പോൾ അവസാനിപ്പിച്ചാലും എനിക്ക് വൈകുന്നേരം തിരിച്ചു പോകാൻ പറ്റുള്ളൂ, കാരണം ബസ് വൈകുന്നേരമാണ്. അതുകൊണ്ട് വൈകുന്നേരം വരെ ഞാൻ സംസാരിക്കുകയല്ല, അതോർത്താരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രിയമുള്ളവരെ, മതേതര ഇന്ത്യ, ലഹരി മുക്ത ഇന്ത്യ, ഇതാണ് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന ധ്യാനിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഏകദിന ഉപവാസത്തിന്റെ ഭാഗമായിട്ട് സാംസ്കാരിക സദസ്സുണ്ട്, മത സൗഹാർദ്ദ കൂട്ടായ്മയുണ്ട്. ഞാൻ മഹാത്മാഗാന്ധിയും ഈ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏതാനും ചിന്തകൾ മാത്രമാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. H.G. വെൽസ് എന്ന ചിന്തകൻ ഒരിക്കൽ പറഞ്ഞു, ആകാശത്ത് പറവകളെ പോലെ പാറി നടക്കാനും ആഴിയുടെ അഗാധതയിൽ മത്സ്യങ്ങളെ പോലെ നീന്തിത്തുടിക്കാനും അവനറിയാം. എന്നാൽ ഭൂമിയിൽ മനുഷ്യനെ പോലെ ജീവിക്കുവാൻ മാത്രം അവൻ പഠിച്ചിട്ടില്ല എന്ന്.
ആകാശത്ത് പറവകളെ പോലെ പാറി നടക്കുന്ന മനുഷ്യൻ, സമുദ്രത്തിനടിയിൽ മത്സ്യങ്ങളെ പോലെ നീന്തിത്തുടിക്കുന്ന മനുഷ്യൻ, ഭൂമിയിൽ മനുഷ്യനെ പോലെ ജീവിക്കുവാൻ, സംസാരിക്കുവാൻ, പെരുമാറുവാൻ മറന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ അവന്റെ ഉത്തരവാദിത്വങ്ങൾ മറന്നുകൊണ്ട് എന്തൊക്കെയോ ആയിത്തീരുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കൽ വായിച്ചത് ഓർക്കുന്നു. ഒന്നാം കേരളം അവസാനിച്ചു കഴിഞ്ഞു. ശുദ്ധ യൗവനങ്ങളുടെ, മാവേലി സ്വപ്നങ്ങളുടെ, രക്തസാക്ഷിത്വങ്ങളുടെ, ആദർശാത്മകതയുടെ ഒന്നാം കേരളം അവസാനിച്ചു കഴിഞ്ഞു. ഇത് രണ്ടാം കേരളമാണ്. കാണികളുടെ, നടന്മാരുടെ, നടിമാരുടെ, സീരിയലുകളുടെ, കാഴ്ചക്കാരുടെ, കെട്ടുകാഴ്ചകളുടെ രണ്ടാം കേരളം. പ്രിയമുള്ളവരെ, ആമുഖമായിട്ട് ഞാൻ പറയട്ടെ, ഒന്നാം കേരളത്തിൽ ഉണ്ടായിരുന്ന മൂല്യങ്ങളെയും നീതിയെയും സത്യത്തെയും പുനഃപ്രതിഷ്ഠിക്കുവാനുള്ള അവസരമാണ് ഈ ഗാന്ധി ജയന്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് ഒക്ടോബർ 2 മഹാത്മജി ജനിച്ചതിന്റെ സ്മരണയാണ് ഗാന്ധി ജയന്തിയായിട്ട് നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. 1869 ഒക്ടോബർ 2-ാം തീയതി ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മഹാത്മജി. പക്ഷേ ആ മഹാത്മജിയുടെ ജന്മദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുവാൻ കാരണം 1969 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധിജി ജനിച്ചു എന്നുള്ളത് കൊണ്ടല്ല. പ്രത്യുത ഈ രാജ്യത്ത് മഹത്തായ ഒരു സന്ദേശം നൽകിക്കൊണ്ട്, വലിയ ഒരു ജീവിത സാക്ഷ്യം നൽകിക്കൊണ്ട്, ഒരു വലിയ ആത്മ ബലിദാനം തന്റെ മരണത്തിലൂടെ നൽകിക്കൊണ്ട് വേറിട്ട ഒരു പാത ഈ ലോകത്തിന്, ഈ രാജ്യത്തിന്, പൊതുപ്രവർത്തകർക്ക് കാണിച്ചു തന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി നമ്മൾ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഗാന്ധിജിയുടെ ജനനത്തിന്റെ പേരിലല്ല അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നത്. പ്രത്യുത അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അനന്യതയുടെ പേരിലാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനവും ജീവിതവും മരണവുമെല്ലാം നമ്മൾ ഓർമ്മിക്കുന്നത്. പ്രിയമുള്ളവരെ, 1948 ജനുവരി 30-ാം തീയതി നഥുറാം ഗോഡ്സെ എന്ന വർഗീയവാദിയുടെ വെടിയുണ്ട ഗാന്ധിജി എന്ന ഇന്ത്യയുടെ മഹത്തായ ധാർമ്മികതയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുമ്പോൾ ഇവിടെ അസ്തമിച്ചത് ഒരു വലിയ ചരിത്രമായിരുന്നു എന്ന് നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല. 1948 മുതലാണ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ജന്മദിനം പൊതു അവധി ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. 1948 മുതൽ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് വീണ്ടും 2007 ഐക്യരാഷ്ട്ര സംഘടന ഈ ഒക്ടോബർ 2-ാം തീയതി എല്ലാ വർഷവും ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് 2007 UN പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ദേശീയ സമരത്തിന്റെ ഒരു നേതാവിനെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ലോകം മുഴുവൻ ആദരിക്കുന്നതിന്റെ ഒരു വലിയ തെളിവാണ് ഐക്യരാഷ്ട്ര സംഘടന മഹാത്മജിയെ ഇത്തരുണത്തിൽ അംഗീകരിക്കുവാനും ആദരിക്കാനും തയ്യാറായത് എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ എന്ന നിലയിലും നമുക്ക് ആത്മാഭിമാനം നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓർമ്മയൊക്കെ എന്താ? ഒക്ടോബർ 2-ാം തീയതി തുടങ്ങുന്ന ആ ഒരാഴ്ചക്കാലം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും സേവന വാരമായിട്ട് ആചരിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെയൊക്കെ ഓർമ്മയിൽ എന്നും നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചത്, മഹാത്മജിയുടെ ജനനത്തിന്റെ പേരിലല്ല
മഹാത്മജിയെ നമ്മൾ ഇപ്പോൾ ഓർമ്മിക്കുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. പ്രത്യുത മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും അദ്ദേഹം പങ്കുവച്ച സന്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചിരഞ്ജീവിയായി ഇന്ന് ലോകത്ത് ജനകോടികളുടെ മനസ്സിൽ നിലനിൽക്കുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സുദീർഘമായ പാരതന്ത്ര്യത്തിന്റെ പാതിരാവിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ വിളിച്ചുണർത്തിയ നേതാവായിരുന്നു മഹാത്മജി. ഞാൻ സൂചിപ്പിക്കട്ടെ, ദക്ഷിണാഫ്രിക്കയിലേക്ക് കടന്നുപോയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയല്ല ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ പീറ്റർ മാരിസ്ബർഗിലൂടെ ഒരു ട്രെയിൻ യാത്ര ചെയ്ത മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്കുണ്ടായ ആ ട്രെയിൻ യാത്രയുണ്ടായ ഒരു ദൂരാനുഭവമാണ് അദ്ദേഹത്തെ മാറി ചിന്തിക്കുവാൻ, വേറിട്ട വഴികളിലൂടെ യാത്ര തുടരുവാൻ അദ്ദേഹത്തിന് പ്രേരണയായിട്ട് തീർന്നത്. വീണ്ടും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിൽ നിന്നും മഹാത്മാഗാന്ധിയിലേക്കുള്ള പരിവർത്തനം അനേക കോടി ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു മാറ്റമായിരുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിസ്ബർഗിലെ ട്രെയിൻ യാത്രയിൽ തുടങ്ങിയ പരിവർത്തനം തിരിച്ച് ഇന്ത്യയിൽ എത്തിച്ചേർന്നതിന് ശേഷവും തുടരുകയാണ്. മദ്രാസിൽ നിന്നും മധുരയ്ക്ക് പോയ ട്രെയിനിൽ 3ാം ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്ന മഹാത്മജി, അദ്ദേഹത്തോട് ഒരു കർഷകൻ പറയുകയാണ്, എനിക്ക് ധരിക്കുവാൻ വേണ്ടി വസ്ത്രം വാങ്ങിക്കുവാൻ പണമില്ല എന്ന്. തനിക്ക് ഉടുക്കുവാൻ വസ്ത്രമില്ല, പണമില്ല എന്ന് പരിദേവനം ഉന്നയിച്ച ആ കർഷകന്റെ ആത്മവേദന മനസ്സിലാക്കിയ മഹാത്മജി അന്നു തന്നെ അദ്ദേഹത്തിന്റെ ഗുജറാത്തി വേഷം ഉപേക്ഷിക്കുകയാണ്. ഗുജറാത്തി വേഷം ഉപേക്ഷിച്ചുകൊണ്ട് ഒരൊറ്റമുണ്ടും ഒരു ഷാളും എടുത്തണിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഒരു സിംബലായിട്ട് മഹാത്മജി മാറുന്നത് ആ ഒരു യാത്രയിലുണ്ടായ ഹൃദയഭേദകമായ ഒരനുഭവത്തെ തുടർന്നായിരുന്നു. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിൽ നിന്നും മഹാത്മാഗാന്ധിയിലേക്കുള്ള പരിവർത്തനത്തിന്റെ മറ്റൊരു തലം നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയും. വീണ്ടും AICCയുടെ സമ്മേളനം നടക്കുന്ന സമയം അലഹാബാദ് റോസ്റ്റത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രസംഗങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ പരസ്പരം സംസാരിച്ചുകൊണ്ടും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേര് പ്രസംഗിക്കുവാൻ വേണ്ടി വിളിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മെലിഞ്ഞുണങ്ങിയ ഒരു കറുത്ത മനുഷ്യൻ മൈക്കിന്റെ പിറകെ വന്നു നിന്നു. അദ്ദേഹം മെല്ലെ സ്വരത്തിൽ, മന്ദമായ സ്വരത്തിൽ സംസാരിച്ചു തുടങ്ങി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അലഹാബാദ് റോസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ നിശബ്ദരായി. കാരണം മഹാത്മജിയുടെ ആത്മാർത്ഥത തുളുമ്പുന്ന സ്വരം കേട്ട ആളുകൾ ചിന്തിച്ചു, സംതിങ് ബിയോണ്ട് ഹിസ് വേർഡ്സ്, ഈ മനുഷ്യൻ പറയുന്നതിനപ്പുറം എന്തൊക്കെയോ ഉണ്ട് എന്ന് അവിടെ കൂടിയിരുന്ന AICCയുടെ നേതാക്കളും പ്രവർത്തകരും വിചാരിക്കുകയാണ്. മഹാത്മജിയിലേക്കുള്ള പരിവർത്തനത്തിന്റെ മറ്റൊരു നാന്ദി തുടക്കം അവിടെയായിരുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും 1915 മുതൽ 1919 വരെ ഇന്ത്യയിലെ ജനങ്ങളെയും അടുത്തറിയുന്നതിന് വേണ്ടി 4 വർഷക്കാലം മഹാത്മജി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലൂടെയും 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റ് ഒരു ട്രെയിൻ യാത്ര നടത്തി. 1915 മുതൽ 1919 വരെ ആ നടത്തിയ ട്രെയിൻ യാത്രയിൽ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ജീവിക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ, രോഗികളുടെ, കഷ്ടപ്പെടുന്നവരുടെ, യാതന അനുഭവിക്കുന്നവരുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും വേദനകളും കണ്ടറിഞ്ഞ മഹാത്മജി മഹാത്മാഗാന്ധിയായിട്ട് പരിവർത്തന വിധേയമാവുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 1948 ജനുവരി 30-ാം തീയതി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് വീണ്ടും ജനകോടികളുടെ മനസ്സിൽ ജീവിക്കുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ അനന്യമായ ജീവിത ശൈലിയും ജീവിത സന്ദേശവും മരണവുമായിരുന്നു എന്ന് ഞാൻ പറയുന്നതിന് കാരണം
കാരണം ഇതുതന്നെയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിൽ നിന്നും മഹാത്മാവിലേക്കുള്ള യാത്ര ജീവിത അനുഭവങ്ങളുടേതായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ജീവിത അനുഭവങ്ങളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, അഹിംസ, സത്യം, നീതി, സമത്വം, സത്യാഗ്രഹം തുടങ്ങിയ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വാക്കുകൾ ഈ ലോകത്തിന്റെ മുൻപിലേക്ക്, സാംസ്കാരിക ഭൂമികയുടെ മുൻപിലേക്ക് വച്ചു നീട്ടിയത് മഹാത്മജിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് പൊതുപ്രവർത്തനം എന്തായിരുന്നു, രാഷ്ട്രീയം എന്തായിരുന്നു, മതവിശ്വാസം എന്തായിരുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വേദനിക്കുന്നവന്റെ വേദനയിൽ പങ്കുചേരുന്നതാണ്, കരയുന്നവന്റെ കണ്ണീരൊപ്പുന്നതാണ് യഥാർത്ഥ പൊതുപ്രവർത്തനമെന്നും രാഷ്ട്രീയ പ്രവർത്തനമെന്നും മതവിശ്വാസമെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരകളിൽ വിശ്വസിക്കുകയും വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. നാനാ മതങ്ങളിൽ വിശ്വസിക്കുന്ന, തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പ്രിയമുള്ളവരെ, നമ്മൾ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ, നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, നമ്മൾ സാമൂഹിക പ്രവർത്തനം നടത്തുമ്പോൾ മഹാത്മജിയുടെ വലിയൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. നമ്മൾ കാഴ്ചകൾ കണ്ടാൽ മാത്രം പോരാ, കാഴ്ചകൾ നമ്മളെ കാഴ്ചപ്പാടുകളിലേക്ക് നയിക്കണം, ദർശനങ്ങളിലേക്ക് നയിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. വേദനിക്കുന്നവന്റെ വേദനയിൽ പങ്കുചേരുവാനും കരയുന്നവന്റെ കണ്ണീർ തുടയ്ക്കുവാനുമുള്ള അവസരമാണ് പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലപാടെടുക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അസഹിഷ്ണുതയുടെ അഹിംസയുടെ അക്രമത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് അഹിംസയുടെ സന്ദേശവുമായിട്ട് മഹാത്മജി ഇറങ്ങിത്തിരിക്കുന്നത് എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഒക്ടോബർ 2 നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? സേവന ദിനമാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട് വൃത്തിയാക്കും, അല്ലെ? ചപ്പുചവറുകളൊക്കെ വാരിക്കളയും, നാടിനെ കൂടുതൽ വൃത്തിയുള്ളതാക്കും, നമ്മൾ ജീവിക്കുന്ന തെരുവുകളെ കൂടുതൽ മനോഹരമാക്കും. ഒക്ടോബർ 2-ാം തീയതി ഏറ്റവും കൂടുതൽ നടക്കുന്ന പണി എന്ന് പറയുന്നത് ചപ്പുചവറുകൾ വാരിക്കളയുക എന്നുള്ളതാണ്, തെരുവുകൾ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കട്ടെ, ആ ഒരു പണി ഇന്നും നമ്മൾ തുടരണം. വർഗീയതയുടെ ചപ്പുചവറുകളെ രാഷ്ട്രീയത്തിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും വലിച്ചു വാരിയെടുത്ത് പുറത്തേക്ക് കളയുവാനുള്ള ഇച്ഛാശക്തി നമ്മൾ ഇന്ന് പ്രകടിപ്പിക്കണം. ഈ കഴിഞ്ഞ നാളുകളൊക്കെ ഒക്ടോബർ 2-ാം തീയതി നമ്മൾ തെരുവിലെ ചപ്പുചവറുകൾ വാരിയെടുത്ത് കളയുകയായിരുന്നുവെങ്കിൽ ഇന്നു മുതലുള്ള ഒക്ടോബർ 2-ാം തീയതികളും തുടർന്നുള്ള ദിവസങ്ങളൊക്കെ വർഗീയതയുടെ ചപ്പുചവറുകളെ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും വലിച്ചുവാരി പുറത്തേക്ക് എറിഞ്ഞു കളയുവാനുള്ള നിശ്ചയദാർഢ്യം നമ്മൾ കാണിക്കണം. അപ്പോഴാണ് മഹാത്മജിയോട് നീതി പുലർത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. മഹാത്മജിയുടെ ആദർശങ്ങളോട് കൂറു പുലർത്തുന്നവരായിട്ട് നമുക്ക് മുന്നേറുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ 1900-ന്റെ തുടക്കം മുതലുള്ള കാലഘട്ടം അങ്ങനെയല്ല. 1000 ജാതികൾ, മതങ്ങൾ, വർണ്ണങ്ങൾ, വർഗങ്ങൾ, ദേശങ്ങൾ, സംസ്കാരങ്ങൾ, ഭാഷകൾ ചിതറിക്കിടന്നിരുന്ന ഇന്ത്യ എന്ന ചിതറിക്കിടന്നിരുന്ന ഒരാശയത്തെ ഒരുമിച്ച് കൂട്ടിയ ശക്തിയായിരുന്നു മഹാത്മജി എന്ന് നമ്മൾ ചിന്തിക്കണം. പല ജാതിയുടെ, മതങ്ങളുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, വിശ്വാസങ്ങളുടെ, സംസ്കാരത്തിന്റെ, ഭാഷയുടെ പേരിൽ ചിതറിക്കിടന്നിരുന്ന ജനകോടികളെ ഒറ്റ ചരടിലേക്ക് കോർത്തിണക്കിയ ശക്തി സ്രോതസ്
സ്രോതസ്സായിരുന്നു മഹാത്മജി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഭിന്നതയുടെ മതിലുകൾ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ഒരുമയുടെ ഐക്യത്തിന്റെ ചങ്ങലകൾ തീർക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ഏകദിന ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ ഇവിടെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മതേതരത്വത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ലഹരിയിൽ നിന്നുള്ള വിമോചനത്തെക്കുറിച്ചും ഏതാനും ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ആശയം ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും സംബന്ധിച്ചുള്ളതായിരുന്നു. ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് മഹാത്മജിയുടെ സ്വപ്നങ്ങൾ നമുക്കറിവുള്ളതാണ്. ഞാൻ അതിന്റെ സംക്ഷിപ്തമായ ഒരു ആശയമാണ് നിങ്ങളോട് പറഞ്ഞത്. വേദനിക്കുന്നവന്റെ വേദനയിൽ പങ്കുചേരുവാനും കരയുന്നവന്റെ കണ്ണീർ തുടയ്ക്കുവാനുമുള്ള പ്രവർത്തനമായിരുന്നു മഹാത്മജിയെ സംബന്ധിച്ച് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിക്കട്ടെ, ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതും ജനാധിപത്യം എന്ന് പറയുന്നതും ഏതെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനാ പ്രവർത്തനമായിട്ട് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ, അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ്, അവരുടെ റാലികൾ, അവരുടെ സമ്മേളനങ്ങൾ, അവരുടെ കമ്മിറ്റികൾ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങനെയായി മാറിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അംഗത്വം എടുത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല രാഷ്ട്രീയം. രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പറാവുക, ആ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതെല്ലാം രാഷ്ട്രീയമാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന വിചാരങ്ങളും വാക്കുകളും പ്രവർത്തികളുമെല്ലാം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷേ രാഷ്ട്രീയത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പൊളിറ്റിക്സ് എന്ന് പറയും. പൊളിറ്റിക്സ് എന്നുള്ളതിന് പൊളിറ്റിക്സ് ആയി മാറിയിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പ്രധാനപ്പെട്ട രണ്ടാശയങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകേണ്ടവരാണ്. അത് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാകാം, ഇലക്ഷന്റെ ഭാഗമായിട്ടാകാം, രാജ്യത്തെ സമൂഹത്തെ സംബന്ധിക്കുന്ന ഇടപെടലുകളുടെ ഭാഗമായിട്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന വിചാരമാണ്, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ചിന്തകളാണ്, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള വാക്കുകളാണ്, നവോത്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്, വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഇവിടെ ഒരു വാക്കു നമ്മൾ മറക്കാൻ പാടില്ല. ഡെമോക്രസി, ഡെമോക്രസി, ജനാധിപത്യം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായിരിക്കുന്നത് രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. ഡെമോസ്, ക്രാത്തോസ്. ഡെമോസ് എന്ന വാക്കിന്റെ അർത്ഥം ജനമെന്നും ക്രാത്തോസ് എന്ന വാക്കിന്റെ അർത്ഥം ഭരണം അല്ലെങ്കിൽ അധികാരമെന്നുമാണ്. അപ്പോൾ ഡെമോസ്, ക്രാത്തോസ് എന്ന വാക്കുകളുടെ അർത്ഥം ജനങ്ങളുടെ ഭരണം, ജനത്തിന്റെ അധികാരം എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മളത് മനസ്സിലാക്കണം. ഡെമോക്രസി എന്ന വാക്കിന്റെ അർത്ഥം നേതാക്കളുടെ ആധിപത്യം എന്നല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ആധിപത്യം എന്നല്ല, ഭരിക്കുന്നവരുടെ ആധിപത്യം എന്നല്ല. ഡെമോക്രസി എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ മൂലവാക്കുകൾ ഡെമോസും ക്രാത്തോസും നമ്മെ പഠിപ്പിക്കുന്നത്, ആ വാക്കിന്റെ അർത്ഥം ജനങ്ങളുടെ ഇച്ഛ, ജനങ്ങളുടെ ഭരണം, ജനങ്ങളുടെ അധികാരം എന്നുള്ളതാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, പൊതുപ്രവർത്തനത്തിൽ ഇടപെടാനും പ്രവർത്തിക്കുവാനും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ്, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന ആശയം ലോകത്ത് അവതരിപ്പിച്ചത് അമേരിക്കയിലെ എബ്രഹാം ലിങ്കൻ ആയിരുന്നു. എബ്രഹാം ലിങ്കനാണ്
ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന ആശയം അവതരിപ്പിച്ചത്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണമെന്ന ആശയം നമ്മൾ അതിന്റെ അന്തസ്സത്ത മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയണം. ഞാൻ ആശയം അവസാനിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. തിരസ്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. കരയുന്നവന്റെ കണ്ണീരൊപ്പുവാനുള്ള പ്രവർത്തനമാണ്. വേദനിക്കുന്നവന്റെ വേദനയിൽ പങ്കുചേരാനുള്ള പ്രവർത്തനമാണ്. വിശക്കുന്നവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള പ്രവർത്തനമാണ്. വിദ്യാഭ്യാസമില്ലാത്തവന് അത് ലഭിക്കുവാനുള്ള അവകാശം കൊടുക്കാനുള്ള പ്രവർത്തനമാണ്. ഈ നാടിനെ വികസനത്തിന്റെ യാത്രയിലേക്ക് നയിക്കുവാനുള്ള പ്രവർത്തനമാണ്. അത് രാഷ്ട്രീയ പാർട്ടി എന്ന സംവിധാനങ്ങളുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കാതെ വിശാലമായ അഭിപ്രായത്തിലേക്ക്, ആശയത്തിലേക്ക് അതിനെ സന്നിവേശിപ്പിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. അപ്പോൾ ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് മഹാത്മജിയുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കി തീർക്കുവാനുള്ള ഉത്തരവാദിത്വം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ഉണ്ട്. രണ്ടാമത്തെ ദർശനം മതത്തെയും വിശ്വാസത്തെയും സംബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം, മതം പലപ്പോഴും ഒരു സ്വകാര്യ വിഷയമാണ്. മതേതരത്വം എന്ന് പറയുന്നത് എന്താ? ഔദ്യോഗികമായ ഒരു മതമില്ലാത്ത അവസ്ഥയാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരവസ്ഥയാണ്. ഏത് മതത്തിലും വിശ്വസിക്കുവാനും ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുവാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് മതേതരത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഇന്ന് മതേതരത്വം എന്ന വാക്കിനെ പലതരത്തിലും വളച്ചൊടിക്കുകയാണ്. എനിക്ക് തോന്നുന്നു, ഈ മതേതരത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും മതത്തിലെ തരം പോലെ ഉപയോഗിക്കുന്നതാണ് ഇന്ന് മതേതരത്വം. അപ്പൊ മതേതരത്വം എന്ന വാക്കിനെ പോലും നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ, അധികാരത്തിലെത്താൻ, സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാൻ മതത്തെ തരം പോലെ ഉപയോഗിക്കുന്നതായി മാറിയിരിക്കുന്നു മതേതരത്വം എന്ന വാക്ക്. ഇവിടെയും ഒരു പൊളിച്ചെടുത്ത് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. ഞാൻ പറയുന്നത്, ക്രൈസ്തവനായിക്കൊള്ളട്ടെ, ഹൈന്ദവനായിക്കൊള്ളട്ടെ, ഇസ്ലാം മതവിശ്വാസമായിക്കൊള്ളട്ടെ, അവരുടെ മതങ്ങൾ, അവരുടെ ഈശ്വരൻ പകർന്നു കൊടുക്കുന്ന മൂല്യസങ്കല്പങ്ങളെ ഈ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ ഓരോ മതവിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ട്. ഭാരതത്തിന്റെ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. എന്താണ്? മാനുഷാത, അല്ലേ? മരച്ചില്ലയിലിരുന്ന് ഇണചേർന്നിരുന്ന ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ ആദ്യ കവിതയുടെ വാചകം മാനുഷാത എന്നായിരുന്നു. അരുത് കാട്ടാള എന്നായിരുന്നു. അതേ പ്രിയമുള്ളവരെ, ഭാരതത്തിന്റെ സംസ്കാരം നിഷാദത്വത്തിനെതിരാണ്. ഭാരതത്തിന്റെ ആത്മാവ് കാട്ടാളത്വത്തിനെതിരാണ്. ഭാരതത്തിന്റെ ആത്മാവ് അക്രമത്തിനെതിരാണ്. ഭാരതത്തിന്റെ ഹൃദയം കൊലപാതക രാഷ്ട്രീയത്തിനെതിരാണ്. ഭാരതത്തിന്റെ ആത്മാവ് അക്രമത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും എതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. ഇവിടെയാണ് മഹാത്മജിയെ പോലെയുള്ളവരുടെ ജീവിതം വലിയ ഒരു വെല്ലുവിളിയായിട്ടുന്നത്. 1947 ഓഗസ്റ്റ് 15-ാം തീയതി വളരെ കാലഘട്ടങ്ങൾ നീണ്ട അടിമത്തം അവസാനിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് ഇന്ത്യ മഹാരാജ്യം കാലെടുത്തു വെച്ചപ്പോൾ ജനലക്ഷങ്ങൾ തെരുവുകളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിച്ച് ആനന്ദ നൃത്തം നടത്തിയപ്പോൾ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ഈ ആഘോഷങ്ങൾക്ക് പുറംതിരിഞ്ഞു നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതാണ് മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ആഘോഷിക്കുമ്പോൾ തെരുവുകളിലേക്ക് ജനകോടികൾ ഒഴുകിയിറങ്ങി
ആഘോഷ നൃത്തം ചവിട്ടുമ്പോൾ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ഈ ആഘോഷങ്ങൾക്ക് പുറം തിരിഞ്ഞു നടന്ന ആ മഹാത്മാവിന്റെ പേരായിരുന്നു ഗാന്ധിജി. വിഭജനത്തിന്റെ മുറിവുകൾ ഏറ്റുവാങ്ങിയ ഭാരതത്തിന്റെ തെരുവുകളിൽ ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള ലഹളകളിൽ മനുഷ്യന്റെ പ്രബന്ധങ്ങൾ കുന്നുകൂടിയപ്പോൾ തെരുവുകളിലെ ഓടകളൊക്കെ മനുഷ്യന്റെ രക്തം കൊണ്ട് ചോരപ്പുഴകളായി മാറിയപ്പോൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ കോളനികളിലൂടെ പാവങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലൂടെ ശാന്തി ദൂതുമായി യാത്ര നടത്തിയ മഹാത്മാവിന്റെ പേരായിരുന്നു ഗാന്ധിജി. പ്രിയമുള്ളവരെ, ഇന്ന് അധികാരത്തിന്റെയും സ്ഥാനത്തിന്റെയും പിറകെ ആളുകൾ പരക്കം പായുമ്പോൾ ഈ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളും അക്രമങ്ങളും ഹിംസയുടെ സംസ്കാരവും അവസാനിപ്പിക്കുവാൻ ആളില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സംവിധാനങ്ങളിൽ ഗാന്ധിജി ഉയർത്തുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ആദർശമനുസരിച്ച് ജീവിച്ച അനേകം രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. മൊറാർജി ദേശായിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ ഒരു സുഹൃത്തെത്തി യാത്ര പറഞ്ഞു പോകാൻ നേരം പറയുന്നത് മൊറാർജിയോട് അല്പം പണം കടം ചോദിച്ചു എന്നാ പറയുന്നത്. ഞാൻ കേട്ടിരിക്കുന്ന 20 രൂപയോ മറ്റോ കടം ചോദിച്ചു. ഒന്ന് മൊറാർജി പറഞ്ഞു, സുഹൃത്തെ, എന്റെ പൈസയൊന്നുമില്ല, എനിക്ക് ശമ്പളം കിട്ടുന്നത് വീട്ടു ചെലവിനും എന്റെ കാര്യങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കും മാത്രമേ തികയുന്നുള്ളൂ. മിച്ചം വയ്ക്കാനുള്ള ശമ്പളം എനിക്കില്ല. ഞാൻ ഈ പൊതുപ്രവർത്തനം കൊണ്ട് വേറൊന്നും സമ്പാദിക്കുന്നുമില്ല. അതുകൊണ്ട് പൈസയൊന്നും മിച്ചമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്രേ. ഇത് കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗം, ഭാര്യ മറ്റോ പറഞ്ഞത്രേ, നിൽക്കൂ, എന്റെ പൈസയുണ്ട്. അദ്ദേഹത്തിന് ചില്ലറ കൊടുത്തു, പറഞ്ഞു വിട്ടു. സുഹൃത്ത് പോയി കഴിഞ്ഞപ്പോൾ മൊറാർജി ഭാര്യയെ വിളിച്ചു, ഇതെവിടെ നിന്നാണ് ഈ പൈസ? അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു എന്നാ പറയുന്നത്, അങ്ങനെക്ക് വീട്ടു ചെലവിന് വേണ്ടി എല്ലാ ദിവസവും എല്ലാ മാസവും കുറച്ച് പണം തരുമായിരുന്നില്ലേ? ഞാൻ വീട്ടു ചെലവ് ലുബ്ധിച്ച് നടത്തിയിട്ട് അതിൽ നിന്ന് എല്ലാ മാസവും 5 രൂപ മിച്ചം വയ്ക്കുമായിരുന്നു. അങ്ങനെ മിച്ചം വെച്ച പൈസയാണ് താങ്കളുടെ സുഹൃത്തിന് കൊടുത്തത് എന്നവർ പറഞ്ഞു. മൊറാർജി അടുത്ത സമ്മേളനത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തരുന്ന ശമ്പളം കൂടുതലാണ്, 5 രൂപ കൂടുതലാണ് നിങ്ങൾ എനിക്ക് ശമ്പളം തരുന്നത്. എനിക്ക് ജീവിക്കാനുള്ള ചെലവും കഴിഞ്ഞിട്ട് 5 രൂപ മിച്ചം വരുന്നുണ്ട്, അതെന്റെ ഭാര്യ സമ്പാദിച്ചു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസം മുതൽ 5 രൂപ കുറവ് ശമ്പളം മതി എന്ന് പറയുവാൻ ആർജവത്വം കാണിച്ച മൊറാർജിയുടെ ചെരുപ്പ് കഴുകി കുടിക്കാനുള്ള യോഗ്യത ഇന്നത്തെ പൊതുപ്രവർത്തകർക്കുണ്ടോ, എനിക്കും നിങ്ങൾക്കുമുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. രാഷ്ട്രത്തിന്റെ നേതാക്കളെയൊക്കെ അനുസ്മരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ഓർമ്മകൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് മതവും മതവിശ്വാസവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മതവിശ്വാസം എന്ന് പറയുന്നത് വളരെ ക്രൂരമായ ഒരു നിശബ്ദതയായി പോകരുത്. മതങ്ങളുടെ നിശബ്ദത വർഗീയതയുടെ ശബ്ദമായിട്ട് മാറിപ്പോകരുത്. നമ്മളെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. മതങ്ങളുടെ എല്ലാ സമയത്തുമുള്ള നിശബ്ദത അത് ചില സമയത്ത് ക്രൂരമായിട്ട് പോകും. അത് ക്രൂരമായിട്ട് തീർന്നു കഴിയുമ്പോൾ അവിടെ വർഗീയതയുടെ ശബ്ദമുയരും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ വിശ്വാസത്തിന്റെ പേര് കർമ്മം ചെയ്ത, വിശ്വാസത്തിന്റെ പേരിൽ അനേക കോടി ആളുകളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ആളുകളുണ്ടായിരുന്നു. മദർ തെരേസ നല്ലൊരു ഉദാഹരണമാണ്.
നമുക്കറിയാം, ഇന്ത്യയിലെ കൽക്കട്ടയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ സേവനം ചെയ്ത ഭാരതത്തിന്റെ അമ്മയായ മദർ തെരേസ ഒരിക്കൽ കൽക്കട്ടയിൽ ഒരു ബന്ദ് ആചരിക്കുന്ന ദിവസം ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബന്ദ് നടക്കുകയാണ്. ചേതനയേറ്റ നേതാവിന്റെ മൃതദേഹവുമായി ലക്ഷക്കണക്കിന് ആളുകൾ കൽക്കട്ടയിലെ നഗരത്തിന്റെ തെരുവിലൂടെ മുന്നോട്ട് പോവുകയാണ്. ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് കടകൾ തുറന്നിട്ടില്ല, വാഹനങ്ങളൊന്നും ഓടുന്നില്ല, ആംബുലൻസിന് പോലും സർവീസ് നടത്തുന്നില്ല, പോലീസിന്റെ വാഹനങ്ങൾ മാത്രം അവിടെ ഇവിടെയുണ്ട്. തങ്ങളുടെ നേതാവിന്റെ ചേതനയേറ്റ മൃതദേഹവുമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മുദ്രാവാക്യം വിളികളുമായി ആവേശത്തോടെ മുൻപോട്ടൊഴുകുകയാണ്. അങ്ങനെ ജനക്കൂട്ടം മുൻപോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവിന്റെ അങ്ങേയറ്റത്ത് ഒരു വെളുത്ത വാൻ പ്രത്യക്ഷപ്പെട്ടു. തങ്ങൾ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസം ഈ വാഹനം പുറത്തിറക്കിയതാരെങ്കിലും ഒരു നിമിഷം കൊണ്ട് ആ വാഹനം തള്ളിത്തകർക്കാനും അതിനുള്ളിലുള്ളവരെ കൈകാര്യം ചെയ്യുവാനുള്ള വാശിയോടെ ആവേശത്തോടെ ആ ജനക്കൂട്ടം മുൻപോട്ട് കുതിക്കാൻ തയ്യാറായപ്പോൾ വളരെ അകലെ നിന്ന് ആ വെളുത്ത വാൻ വളരെ വേഗതയിൽ മുൻപോട്ട് വന്ന് കുറച്ചകലെ നിർത്തി. ഇരമ്പിയാർത്ത ജനക്കൂട്ടം നിശ്ചലരായി. ആ വെളുത്ത വാനിന്റെ മുൻ ഡ്രൈവറുടെ ഇങ്ങേയറ്റത്തുള്ള ഗ്ലാസിന്റെ അരികിൽ ചുക്കിച്ചുളിഞ്ഞ ഒരു കന്യാസ്ത്രീയുടെ മുഖം അവർ കണ്ടു. മദർ തെരേസയുടെ മുഖം. പ്രിയമുള്ളവരെ, മോശയുടെ നിഴൽ വീണപ്പോൾ ചെങ്കടൽ രണ്ടായി പകർത്തതുപോലെ മദർ തെരേസയുടെ ചുക്കിച്ചുളിഞ്ഞ മുഖം കണ്ടപ്പോൾ ആ ജനലക്ഷങ്ങൾ ഇരുവശത്തേക്ക് വഴിമാറിക്കൊടുത്തു. അവിടെ രൂപം കൊണ്ട വഴിയിലൂടെ മദർ തെരേസയും മരണത്തിനും ജീവിതത്തിനുമിടയിൽ മലയിടിക്കുന്ന ഒരു മനുഷ്യ ശരീരവുമായിട്ട് ആംബുലൻസ് മുന്നോട്ട് കുതിച്ചു പാഞ്ഞു. കാരണം ആരും നിയന്ത്രിക്കാനില്ലാത്ത ആ ജനലക്ഷങ്ങൾക്കും ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. തെരുവിൽ ജീവന് വേണ്ടി മല്ലടിക്കുന്ന ഏതെങ്കിലും ഒരു പാവത്തിനെ വാരിയെടുത്തുകൊണ്ടുള്ള ഓട്ടമാണ് മദർ തെരേസ നടത്തുന്നത് എന്ന തിരിച്ചറിവ് ആ ജനക്കൂട്ടത്തിന് പോലും ഉണ്ടായിരുന്നു. സാധാരണ ജനക്കൂട്ടത്തിന് വിവേകമില്ല, അവരക്രമം ചെയ്യുമെന്നാണല്ലോ വൈപ്പ്. പക്ഷേ മദർ തെരേസയെ മുമ്പിൽ കണ്ടപ്പോൾ ആ ജനലക്ഷങ്ങൾ പോലും ആ പറച്ചിലിനെ വിഫലമാക്കിക്കൊണ്ട് വഴിമാറിക്കൊടുത്ത കാഴ്ച ഈ ആധുനിക ഇന്ത്യ നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നുണ്ട്. കാരണം എന്താ? മദർ തെരേസയോട് പിന്നീട് ആളുകൾ ചോദിച്ചപ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. വഴിവെക്കിലിരുന്ന് ഭിക്ഷ യാചിക്കുന്ന അഴുകിയ മുഖമുള്ള യാചകന്റെ മുഖത്ത് മദർ തെരേസ കണ്ടത് കാൽവരി മലയിലെ മരക്കുരിശിൽ പിടയുന്ന ക്രിസ്തുവിന്റെ മുഖമായിരുന്നു. കുപ്പത്തൊട്ടിയിൽ കിടന്ന് നിലവിളിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിലിൽ മദർ തെരേസ കേട്ടത് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ കിടന്ന് കരയുന്ന ഉണ്ണിയേശുവിന്റെ സ്വരമായിരുന്നു. പ്രിയമുള്ളവരെ, സ്നേഹം തന്നെയായ ദൈവത്തെ മറ്റുള്ളവരെ കാണാൻ കഴിഞ്ഞാൽ അവർക്ക് നന്മ ചെയ്യാനും അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് സേവനം ചെയ്യാനും കഴിയുമെന്ന് മദർ തെരേസ ആധുനിക കാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിച്ചു. ഇങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കഴിയുന്ന നേതാക്കൾ, ആത്മീയ നേതാക്കൾ എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നു. ഈ ആധുനിക കാലഘട്ടം നമ്മളോട് പറയുന്നത് ഹൈന്ദവ മതത്തിൽ നിന്നും, ഇസ്ലാം മതത്തിൽ നിന്നും, ക്രൈസ്തവ മതത്തിൽ നിന്നും ഈ ആധുനിക ഇന്ത്യയിൽ ഇതേപോലുള്ള നേതാക്കൾ, ആത്മീയ നേതാക്കൾ ഉയർന്നു വരണമെന്നാണ്. മുമ്പിൽ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരിലും ദൈവത്തെ കാണുന്ന, ഈശ്വരനെ കാണുന്ന, അല്ലാഹുവിനെ കാണുന്ന, ദൈവത്തെ കാണുന്ന വലിയ ഒരു ദർശനധാരയിലേക്ക് കണ്ണു തുറക്കുവാൻ സമൂഹത്തിന് കഴിയണമെന്ന് ഇവരുടെയൊക്കെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. വീണ്ടും
വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വളരെ സമഗ്രമായ കൃത്യമായ ദർശനം മഹാത്മജിക്ക് ഉണ്ടായിരുന്നു. മനുഷ്യനെ സംസ്കാരമുള്ളവരാക്കുന്ന പ്രക്രിയ എന്നാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കട്ടെ, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമുക്കറിയാം, വിദ്യാസമ്പന്നനായ രാഷ്ട്ര നേതാവായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു, പൊതുപ്രവർത്തകനായിരുന്നു മഹാത്മജി. പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെ മഹാത്മജിക്ക് എന്താണ് കിട്ടിയത്? അറിവ് മാത്രമല്ല കിട്ടിയത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നവരാണ്, കൊച്ചുമക്കളെ പഠിപ്പിക്കുന്നവരാണ്. എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിവ് കിട്ടാനാണ് പഠിക്കുന്നത്, അല്ലേ? വിദ്യാഭ്യാസത്തിലൂടെ മഹാത്മജിക്ക് കിട്ടിയത് അറിവ് മാത്രമല്ല, പിന്നെന്താ കിട്ടിയത്? നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് അറിവ് കിട്ടാനാണ്. അറിവ് കിട്ടിയാൽ മാർക്ക് കിട്ടും, മാർക്ക് കിട്ടിയാൽ ജയിക്കും, ജയിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ജോലിക്ക് അപ്ലൈ ചെയ്യാം, ജോലിക്ക് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ജോലി കിട്ടാം, ജോലി കിട്ടിയാൽ ശമ്പളം കിട്ടും, ശമ്പളം കിട്ടിയാൽ സുഖമായി ജീവിക്കാം, സുഖമായി ജീവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ജീവിച്ചാലും ജീവിച്ചില്ലേലും മരിച്ചു പോകും. പക്ഷേ മഹാത്മജിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് നേടൽ മാത്രമല്ല. ഒന്ന്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കലാലയത്തിന്റെ 4 അതിരുകൾക്കുള്ളിലുള്ള പ്രവർത്തനം മാത്രമല്ല. മഹാത്മജിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ട്രെയിൻ യാത്ര, മദ്രാസിൽ നിന്നും മധുരയ്ക്കുള്ള ട്രെയിൻ യാത്ര, 3rd ക്ലാസ് കമ്പാർട്ട്മെന്റിലുള്ള യാത്ര, അവിടെയൊക്കെ അറിവ് നേടലായിരുന്നു. അറിവ് നേടൽ മാത്രമല്ല വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത്. പിന്നെയോ സമ്പൂർണ്ണ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവും നിറവും തിരിച്ചറിവും നേടലാണ്. ഇത് 3ഉം വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കിട്ടണം. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടണം, സ്കൂളിൽ നിന്ന് കിട്ടണം, പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടണം, അധ്യാപകരിൽ നിന്ന് കിട്ടണം, നാട്ടിൽ നിന്ന് കിട്ടണം, അയൽക്കാരിൽ നിന്ന് കിട്ടണം, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരിൽ നിന്ന് കിട്ടണം, കച്ചവടക്കാരിൽ നിന്ന് കിട്ടണം, രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കിട്ടണം. അറിവ് മാത്രം കിട്ടിയാൽ പോരാ, നിറവുള്ളവരായിട്ട് നമ്മുടെ മക്കൾ വളർന്നു വരണം, നിറവുള്ളവരായിട്ട് നമ്മൾ മാറണം, തിരിച്ചറിവുള്ളവരായിട്ട് നമ്മൾ മാറണം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അറിവും നിറവും തിരിച്ചറിവുമുള്ള വിദ്യാസമ്പന്നരാകുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി പകർന്നു കൊടുക്കുവാൻ കൂടി നമുക്ക് കഴിയണം. മഹാത്മജിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞെന്താ? എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന്. അദ്ദേഹം ഒരു പകർത്തുബുക്കായിരുന്നു, അല്ലെ? പകർത്തുബുക്കായിരുന്നു, അല്ലെ? മഹാത്മജിയിൽ നിന്ന് നമുക്ക് ഒത്തിരി പകർത്താനുണ്ടായിരുന്നു. ഇന്ന് നമ്മളും ഈ പകർത്തുബുക്കുകളായിട്ട് മാറുവാൻ പ്രിയമുള്ളവരെ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. അപ്പോ പകർത്തുബുക്ക് മഹാത്മജിയിൽ നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഒരു പാഠപുസ്തകമാണ് അദ്ദേഹം. പ്രിയമുള്ളവരെ, ഇന്ന് മഹാത്മജിയെ അനുസ്മരിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മളൊക്കെ പാഠപുസ്തകമാകണം, നമ്മളൊക്കെ പകർത്തുബുക്കാകണം, പകർത്തുബുക്കായിട്ട് മാറണം. നമുക്കറിയാം, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പകർത്തി എഴുതിക്കൊണ്ടിരുന്നു, അല്ലെ? 2 വര 3 വര 4 വര ഇട്ട ബുക്കിൽ പകർത്തി എഴുതിക്കൊണ്ടിരുന്നു. പകർത്തെഴുതുമ്പോൾ എപ്പോഴാണ് ഫുൾ മാർക്ക് കിട്ടുന്നത്? വരയുടെ വെളിയിൽ പോകരുത്, തെറ്റിപ്പോകരുത്, വടിവുള്ള അക്ഷരത്തിൽ എഴുതണം, അല്ലെ? അപ്പോഴാണ് മാർക്ക് കിട്ടുന്നത്. അപ്പൊ തെറ്റിപ്പോയാൽ പകർത്തി എഴുതുന്നത് തെറ്റിപ്പോയാൽ തോറ്റുപോകും, തെറ്റിപ്പോയാൽ തോറ്റുപോകും. അപ്പൊ അത് സത്യമാണ്. പകർത്തി എഴുതുന്നത് തെറ്റിപ്പോയാൽ തോറ്റുപോകും. നമ്മുടെ ചെറിയ തലമുറ, നമ്മുടെ മക്കൾ മുതിർന്നവരെ, മാതാപിതാക്കളെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ, കുട്ടികൾ തെറ്റുകൾ പകർത്തിയാൽ അവർ തോറ്റുപോകും ജീവിതത്തിൽ.
നമ്മുടെ മക്കളെ നമ്മളിൽ നിന്ന് തെറ്റുകൾ പകർത്തിയാൽ അവർ ജീവിതത്തിൽ തോറ്റുപോകും. അവരെ നമ്മൾ ജീവിതത്തിൽ തോൽപ്പിക്കാതിരിക്കണം. നമ്മുടെ മക്കൾ ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കണമെങ്കിൽ അവർ നമ്മളിൽ നിന്ന് നല്ലത് പകർത്തുവാൻ അവർക്ക് തീർച്ചയായിട്ടും കഴിയണം. പ്രിയമുള്ളവരെ, ലഹരിക്കെതിരെയുള്ള നിലപാട്, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള നിലപാട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാത്മജിയുടെ നിലപാട് ഇതിനെ ബലം പകരുന്ന, ശക്തിപ്പെടുത്തുന്ന, മാതൃകാപരമായ സവിശേഷമായ ഒരു ജീവിത മാതൃക നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഇന്ന് പാൻ മസാലയും മദ്യവും അല്ലെ കള്ള്, അതൊക്കെ അപ്പുറം ലഹരിയുടെ മായാ വലയത്തിൽ നമ്മുടെ കുട്ടികളും സമൂഹവും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നൈജീരിയയിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റുകൾ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ഫാക്ടറികളിൽ രാസലഹരികൾ ഉൽപ്പാദിപ്പിച്ച് അത് നമ്മുടെയൊക്കെ നാട്ടുംപുറങ്ങളിലുള്ള പള്ളിക്കൂടങ്ങളിൽ വരെ അത് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലഹരിക്കെതിരെ അതിശക്തമായി നിലപാടെടുക്കുവാൻ നമുക്ക് കഴിയണം. എന്തിനു വേണ്ടിയാണ് നിലപാടെടുക്കുന്നത്? ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം. പലരും രാസലഹരിയൊന്നും ഉപയോഗിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മളൊരു കാര്യം തിരിച്ചറിയണം. AKCCയുടെ നമ്മുടെ ഗ്ലോബൽ സെക്രട്ടറി ശ്രീ പീയൂഷ് പറയടമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് കൈയടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഞാൻ 2001 KCYM സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു. അന്നു മുതലുള്ള സൗഹൃദമാണ്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെ നിലപാടെടുക്കേണ്ടത്? ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടി മാറി നിന്നാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നുണ്ട്. അവർ നാളെ ഏതു സാഹചര്യത്തിൽ പോകും, ലഹരി ഉപയോഗിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം അവസരങ്ങളാണ് പലപ്പോഴും നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നത്, സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ലഹരിക്കെതിരെ നമ്മൾ നിലപാടെടുക്കേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുടുംബത്തിലാരും ലഹരി ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഓർക്കുക, മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് ലക്കകെട്ട് വീട്ടിലേക്ക് കയറി വരുന്ന സ്വന്തം ഭർത്താവിനെ പേടിച്ച് വീടിന്റെ കട്ടിലടിയിൽ കയറി ഒളിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യമാരുടെ കണ്ണീര് നമ്മൾ കാണണം. മദ്യപിച്ച് ലക്കകെട്ട് ലഹരി ഉപയോഗിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന സ്വന്തം പിതാവിന്റെ അടി പേടിച്ച് കട്ടിലടിയിൽ കാപ്പിച്ചോട്ടിൽ ഒളിച്ചിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിസ്സഹായാവസ്ഥ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ഈ ലഹരി മദ്യം ഉപയോഗിച്ചാൽ 2-3 ഗുണങ്ങളുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ലഹരി ഉപയോഗിച്ച 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ കള്ളം കയറിയാൽ അങ്ങനൊരു ഗുണമുണ്ട്. 2 കാരണം. ഒന്ന്, എടുത്തോണ്ട് പോകാൻ വീട്ടിൽ മിച്ചമൊന്നും കാണുകയില്ല, എല്ലാം കുടിച്ച് മുള്ളിക്കളഞ്ഞു. 2, ഈ കിട്ടിയവന്റെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയും ചവിട്ടും തൊഴിയും കൊണ്ട് എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുന്ന, വലിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയോ മക്കളോ അപ്പനോ അമ്മയോ ആരെങ്കിലും ഒക്കെ വീട്ടിൽ കാണും. കിടന്നുറങ്ങാൻ മനസ്സമാത്തോടെ കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് പറ്റിയത്. ഈ 2 കാരണങ്ങൾ കാരണം ലഹരിക്ക് അടിമകളായവരുടെ വീട്ടിൽ കള്ളം കയറിയാലെന്നാ പറയുന്നത്. 2ാമത് ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ തലമുടി നരയ്ക്കാതിരിക്കണമെങ്കിൽ നന്നായിട്ട് ലഹരി ഉപയോഗിക്കണം. കാരണം തല നരയ്ക്കുന്നത് വരെ ജീവിച്ചിരിക്കണം, അതിനു മുമ്പ് തട്ടിപ്പോവും. അതിനു മുമ്പ് ഒന്നെങ്കിൽ ഏതെങ്കിലും വണ്ടി ഇടിച്ചോ, അല്ലെങ്കിൽ വണ്ടിയുടെ അടിയിൽ പോയോ, അല്ലെ എന്തെങ്കിലും അസുഖം വന്നോ ഒക്കെ മരിച്ചു പോയിക്കോളും. തല നരയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയില്ല, മുടി നരയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയില്ല. ഇങ്ങനെ 2 ഗുണങ്ങൾ ലഹരിക്കുണ്ട് എന്ന സത്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുവാനും മുന്നോട്ട് പോകുവാനും. തീർച്ചയായിട്ടും നമ്മളത് ഓർത്തിരിക്കണം. ഒറ്റയാശയോടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. മഹാത്മജിയുടെ നീതിയെയും സമത്വത്തെയും കുറിച്ചുള്ള ദർശനങ്ങൾ കൂടി സ്വന്തമാക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെ ജീവിതവും സ്വതന്ത്രമാകുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് മഹാത്മജി ചിന്തിച്ചിരുന്നത്.
ദരിദ്രരില്ലാത്ത ഒരു ഇന്ത്യയെ കുറിച്ചാണ് മഹാത്മജി ചിന്തിച്ചിരുന്നത്. പ്രിയമുള്ളവർ, ദരിദ്രരില്ലാത്ത ഇന്ത്യ, സ്ഥിതി സമത്വമുള്ള ഇന്ത്യ, അങ്ങനെ ഒരു ഇന്ത്യയാണോ സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരു വശത്ത് സമ്പത്ത് അനിയന്ത്രിതമായി കുന്നുകൂടുമ്പോൾ, മറുവശത്ത് ഒരു നേരം കഞ്ഞിവെള്ളം കുടിക്കാൻ ഗതിയില്ലാതെ പുഴുക്കളെ പോലെ മനുഷ്യൻ പിഴഞ്ഞു മരിക്കുകയാണ്. ജനനവും മാമോദീസായും ആദ്യ കുർബാനയും പിറന്നാളും വിവാഹവും മരണവും വരെ ആഘോഷത്തിനുള്ള അവസരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു പറ്റം ആളുകൾ പണം ധൂർത്തടിക്കുമ്പോൾ, മറുവശത്ത് ഒരു നേരം കഞ്ഞിവെള്ളം കുടിക്കാൻ ഗതിയില്ലാതെ പുഴുക്കളെ പോലെ മനുഷ്യൻ പിഴഞ്ഞു മരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ. മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, പട്ടിണി മൂലം മുറുക്കി ഉടുത്ത് കിടക്കുന്ന ആളുകൾ, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസം മുടങ്ങിയവർ. ഇടുക്കിയിലെ ലയത്തിൽ താമസിച്ചിരുന്ന വേളാങ്കണ്ണി എന്ന പെൺകുട്ടിയെ നിങ്ങൾ അറിയണം പ്രിയമുള്ളവരെ. 16 വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയാണ് വേളാങ്കണ്ണി. പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒരു പോയിന്റ് എന്തായിരുന്നു എന്നറിയാമോ? 3 ദിവസമായി പട്ടിണി കിടന്ന പെൺകുട്ടിയായിരുന്നു വേളാങ്കണ്ണി. അതിന് പിന്നാമ്പറങ്ങളിലേക്ക് പോയപ്പോൾ അറിയ സത്യം എന്താണെന്നറിയാമോ? 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വേളാങ്കണ്ണി സ്കൂളിൽ പോക്ക് നിർത്തി. കാരണം സ്കൂളിൽ കൊണ്ടുപോകാൻ തുണിയില്ല, വസ്ത്രമില്ല. ആകെയുള്ള ഒരു ജോഡി യൂണിഫോം, 46 ഇടങ്ങളിൽ കീറലുകളുള്ള ഒരു ജോഡി യൂണിഫോം മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് വേളാങ്കണ്ണി. ലയത്തിന് പിറകിലുള്ള പടുത കെട്ടി മറച്ച മറപ്പൊരയിൽ കുളിക്കാൻ കയറിയിട്ട് കുളിക്കുന്നതിന് മുൻപ് തനിക്കാകെയുള്ള ഈ വസ്ത്രം ശ്രദ്ധയോടെ ഉരിഞ്ഞെടുത്ത് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് അത് പിഴിയാൻ പറ്റില്ല, പിഴിഞ്ഞാൽ പിഞ്ചിപ്പോകും. ആ തുണി മറപ്പുരയിൽ ഉണങ്ങാനിട്ടിട്ട് ആ തുണി ഉണങ്ങുന്നതുവരെ മറപ്പുരയ്ക്കുള്ളിൽ അത്ര നഗ്നയായി ഒളിച്ചിരിക്കേണ്ടി വന്ന പെൺകുട്ടിയുടെ പേരാണ് വേളാങ്കണ്ണി. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജീവിതം ആഘോഷിക്കുമ്പോൾ ഒരു നേരം കഞ്ഞിവെള്ളം കുടിക്കാൻ ഗതിയില്ലാത്ത വേളാങ്കണ്ണിമാർ ഈ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം തമസ്കരിക്കുവാൻ മനസ്സാക്ഷിയുള്ളവർക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവരും ഭക്ഷണം കഴിക്കുന്ന, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ഇന്ത്യയിലേക്ക് നമ്മുടെ രാജ്യത്തെ പടുത്തുയർത്തുവാനുള്ള ഉത്തരവാദിത്വം പ്രിയമുള്ളവരെ നമുക്കുണ്ട്. നമ്മൾ ഓർക്കുക, നമ്മളൊക്കെ എങ്ങനെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുമ്പോൾ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ദരിദ്രന്റെ കണ്ണീർ മഴയായി പെയ്യുമ്പോൾ അതിന്റെ കൊത്തൊഴുക്കൽപ്പെട്ട് നമ്മുടെ സദ്യയുടെ വിഭവങ്ങൾ ഒഴുകിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം. പാവങ്ങളെ, ദരിദ്രരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മറന്നുകൊണ്ടുള്ള പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ആത്മീയ പ്രവർത്തനം പാടില്ല. ദരിദ്രന്റെ കണ്ണീർ മഴയായി പെയ്യുമ്പോൾ അതിന്റെ കൊത്തൊഴുക്കൽപ്പെട്ട് നമ്മുടെ സദ്യയുടെ വിഭവങ്ങൾ ഒഴുകിപ്പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. വേദനിക്കുന്നവന്റെ വേദനയിൽ പങ്കുചേരുന്ന, കരയുന്നവന്റെ കണ്ണീരൊപ്പുന്ന ഒരു പൊതുപ്രവർത്തന ശൈലി രൂപീകരിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് മനുഷ്യൻ ആർത്തിയോടെ മുന്നോട്ട് പോവുകയാണ്. പലരും സമ്പാദിക്കുന്നത് കണ്ടാൽ തോന്നും ഫെഡറൽ ബാങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിലും സ്വർഗത്തിലും നരകത്തിലും ബ്രാഞ്ച് ഉണ്ടെന്ന്. അത്ര ആർത്തിയോടെയാ സമ്പാദിച്ചു കൂട്ടുന്നത്. പലരുടെയും ജീവിതം കണ്ടാൽ തോന്നും ശവപ്പെട്ടിക്ക് ആരും പോക്കറ്റ് തയ്പ്പിക്കാറില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടെ പോകേണ്ടവരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ഉണർന്ന് എണീക്കേണ്ട അവസരമാണ്. നിങ്ങളൊക്കെ നേതൃത്വത്തിലുള്ളവരാ, നിങ്ങളൊക്കെ നേതാക്കളാ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ.
നിങ്ങൾ വിൻസെന്റ് പോളിന്റെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും KCYM-ന്റെയും പിതൃവേദിയുടെയും മാതൃവേദിയുടെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ വിൻസെന്റ് പോളിന്റെ ഒക്കെ നേതാക്കൾ ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. ഭാരവാഹിത്വം എന്ന് പറയുന്നത് ഒരു സ്ഥാനമാനമല്ല. Leadership is not a position, it is an action. പ്രവർത്തിക്കാനുള്ള അവസരമാണ് നേതൃത്വം. കണ്ണീർ തുടയ്ക്കാനുള്ള അവസരമാണ് നേതൃത്വം. കണ്ണീരപ്പാനുള്ള അവസരമാണ് നേതൃത്വം. കൂടെ നിൽക്കാനുള്ള അവസരമാണ് നേതൃത്വം. പ്രിയമുള്ളവരെ, ഇവിടെ കർഷകരൊക്കെ യാതന അനുഭവിക്കുമ്പോൾ നമുക്കറിയാം, കടൽ കയറുന്നു, കാടിറങ്ങുന്നു. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കടൽ കയറുന്നു, കാടിറങ്ങുന്നു. നിസ്സഹായരായ മനുഷ്യർ, പ്രത്യേകിച്ച് കർഷകർ, അവര് ഒരു ഗതിയുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടിയൊക്കെ ശബ്ദിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ലഹരിക്കെതിരെ ശബ്ദിക്കുമ്പോൾ, കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ, മനുഷ്യന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ കരുതരുത്. ജർമ്മൻ ചിന്തകനായ നൈമോളർ ഒരിക്കൽ പറഞ്ഞു, അവരാദ്യം യഹൂദരെ അന്വേഷിച്ചു വന്നു. അപ്പോൾ ഞാൻ മിണ്ടിയില്ല, കാരണം ഞാനൊരു യഹൂദനായിരുന്നില്ല. പിന്നെ അവർ കലാകാരന്മാരെ അന്വേഷിച്ചു വന്നു. അപ്പോൾ ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു കലാകാരനായിരുന്നില്ല. പിന്നെ അവർ തൊഴിൽ സംഘ പ്രവർത്തകരെ അന്വേഷിച്ചു വന്നു. അപ്പോൾ ഞാൻ അനങ്ങിയില്ല, കാരണം ഞാനൊരു തൊഴിൽ സംഘ പ്രവർത്തകനായിരുന്നില്ല. അവസാനം എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഗതികേടിൽ നമ്മൾ എത്തിച്ചേരരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കണം, പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കണം, ലഹരിക്കെതിരെ പോരാടണം, രാഷ്ട്രീയത്തിലുള്ള നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. പൊതുജന സേവനം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എന്ന കാഴ്ചപ്പാടോടെ നമ്മൾ പൊരുതണം. കർഷകർക്ക് വേണ്ടി നമ്മൾ വാദിക്കണം. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷകർ കർഷകരാണ്. നമ്മളത് അംഗീകരിക്കണം. എത്ര നാൾ ഇവിടെ ജീവിച്ചു എന്നുള്ളതല്ല എനിക്കും നിങ്ങൾക്കും വില തരുന്നത്, എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതാണ്. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ കരഞ്ഞു, മറ്റുള്ളവർ ചിരിച്ചു. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ചിരിക്കണം, മറ്റുള്ളവർ കരയണം. അതുകൊണ്ട് നന്മ ചെയ്യുന്ന, മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുന്ന, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനമായിട്ട് പൊതുപ്രവർത്തനത്തെ, രാഷ്ട്രീയ രംഗത്തെ മാറ്റുവാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം. മഹാകവി ഉള്ളൂർ പാടിയതുപോലെ, നന്മയ്ക്ക് വേണ്ടി നീ നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്തു തോറ്റുപോയാൽ പോകട്ടെ തോൽവി തന്നെ ജയമെന്ന് കാലം കടശിയിൽ സമ്മതിക്കും. രാഷ്ട്രീയ, സാമൂഹിക, പൊതുപ്രവർത്തന രംഗത്തെ മൂല്യത്തിന് വേണ്ടി നിലനിന്നാൽ, കർഷകർക്ക് വേണ്ടി വാദിച്ചാൽ, ലഹരിക്കെതിരെ പ്രതികരിച്ചാൽ ചിലപ്പോൾ തോറ്റുപോയെന്ന് തോന്നാം. പക്ഷേ തോറ്റിട്ടില്ല, അത് വിജയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ കഴിയട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതിനൊക്കെ നടുനായകത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട ചാക്കോച്ചൻ അച്ഛനെ, ചാക്കോ കുടിപ്പറമ്പലച്ഛന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ, AKCC-യുടെയും വിൻസെന്റ് പോളിന്റെയും പിതൃവേദിയുടെയും മാതൃവേദിയുടെയും KCYM-ന്റെ മിഷൻ ലീഗിന്റെയും വിമുക്തിയുടെയും KCBC മധ്യവിരുദ്ധ സമിതിയുടെയും നേതൃത്വത്തിലുള്ള ഭാരവാഹികളെ, പ്രവർത്തകരെ, ഇവിടെ നിന്ന് ഉപവാസം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട പോരാളികളെ, ആത്മാഭിമാനത്തോടെ നിങ്ങൾ മുൻപോട്ട് പോവുക. പരാജയം എന്ന വാക്കു നമുക്കില്ല. നിങ്ങളുടെ ഈ ഇരിപ്പ് തന്നെ വിജയമാണ്, നിങ്ങളുടെ ഈ നിലപാട് തന്നെ വിജയമാണ്. കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം